സക്സസ് ആവാൻ തോന്നില്ല. ഞാൻ തോന്നും പോലെ അല്ല. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇത്രയും വെയിലത്തുണ്ടല്ലോ, പുറത്തിറങ്ങിയിട്ട് അക്കരയ്ക്ക് നോക്കാൻ വരെ പറ്റൂല, കണ്ണുറക്കാൻ വരെ പറ്റൂല, അത്രയ്ക്ക് വെയിലാണ്. ഇപ്പോൾ 11:30 ആയിട്ടേ ഉള്ളൂ. പുറത്തേക്കൊന്നും ഇറങ്ങി കണ്ണുറ നോക്കാൻ പറ്റില്ല. ഞാനിന്നേ ഈ ചെടിയില്ലേ, ഈ കാണുന്ന മുള്ളിൻ്റെ ചെടിയില്ലേ, ഈ മുള്ളിൻ്റെ ചെടി ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് എടുത്തിട്ട് ടയർ കാണില്ലേ, ആ ടയർ കൊണ്ടുപോയി നടാനായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ ഈ വെയിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കണില്ല. അകത്ത് നന്ദുണ്ട്, നന്ദുവിനെയും കൂട്ട് വലിച്ചിട്ട് രണ്ടാളും കൂടി ആ ടയറൊക്കെ പിടിച്ച് അതിലത്തെ ചെടിയൊക്കെ മാറ്റിയിട്ട് ഈ മുള്ളിൻ്റെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ മുറിച്ച് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി നടാനായിരുന്നു പ്ലാന്. പക്ഷേ ഈ വെയിൽ സമ്മതിക്കണില്ല. എന്തായാലും വെയിൽ കുറച്ച് താഴ്ന്നിട്ട് നമുക്ക് എന്തായാലും വല്ല പരിപാടിയും ചെയ്യാം. മോളുവിൻ്റെ കുട്ടികൾ, മോള് പ്രസവിച്ചിട്ടോ, മോളിൻ്റെ കുട്ടികളൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ ഉള്ളിൽ പ്രസവിക്കാറ്, വിറകിൻ്റെ ഉള്ളിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാറുണ്ടോ? കണ്ടോ എത്ര ചെറുത് നോക്ക്. കഴിഞ്ഞുണ്ടായി കുട്ടിയില്ലേ, ആ കുട്ടീനെ കണ്ടി ചെറുത്. അത് അമ്മയടുത്ത് ചോദിച്ചിട്ട് ഒരു 100 രൂപയെന്ന് 50 രൂപ എടുക്കാൻ പറഞ്ഞിട്ടോ, ഇതാ പോയി. നമുക്ക് എന്തായാലും കടയിൽ പോയിട്ട് തടത്തവെള്ളം കുടിച്ചിട്ട്. നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്താ വേണ്ടേ? 25 രൂപ ഉണ്ട്. എനിക്ക് 25, നിനക്ക് 25. നിനക്ക് എന്താ വേണ്ടേ? എനിക്കൊരു സോഡ, ഒരു എന്തെങ്കിലും ബിങ്കോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിച്ചു. 25 രൂപ ഉണ്ട് മോനെ, 25 രൂപ. അപ്പൊ ഈ വെയിലത്ത് കൂടെ നടക്കുമ്പോ തന്നെ എന്താ പറയാൻ പറ്റില്ല, ഭയങ്കര ചൂട്. പുറമൊക്കെ എന്ത് തണുക്ക് വേർത്തിട്ട് കാറ്റും കൊണ്ട് എന്താ പറയുക, പറയാൻ പറ്റില്ല. എന്തൊക്കെയോ ആവുന്നുണ്ട് പുറം. അത് മാത്രമല്ല, നമ്മൾ തണുത്ത സോഡ കുടിക്കുമ്പോൾ ഗൈസ്, എനിക്ക് 25, അവന് 25. ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ നല്ല കാറ്റ്. എന്താ പറയുക. അത് മാത്രമല്ല മലേൻ്റെ വ്യൂവും, പിന്നെ ഇവിടുത്തെ ഒരു പുല്ലും ചപ്പൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വീട് എന്തോ വരാൻ പോകുന്നുണ്ട്. എന്താ പറയാ, റിസോർട്ടിന്റെ പകുതിയിലെ. സോളടിച്ച് ഒരു ഉഷാറുണ്ടായില്ലേ, ചൂടായിരുന്നു. ഇപ്പൊ സമയം 1:30 ഉച്ചയ്ക്ക് ഫുഡ് എന്താണെന്ന് അറിയോ? കഞ്ഞി, നല്ല അടിപൊളി കഞ്ഞിയുണ്ട്, പിന്നെ തൈര് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് വേണം കഴിക്കണമെങ്കിൽ. ഉച്ചയ്ക്കല്ല, പൊതുവെ ഇങ്ങനെ കഞ്ഞി തൈരൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കണതിൻ്റെ വേറെ ടേസ്റ്റിനെ കേട്ടോ. ഗൈസ്, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കാരണം എന്താ വെച്ചാൽ ഞാൻ മറ്റേ മുള്ളിൻ്റെ അത് ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നെ കുറേ പണിനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ. ഒന്നും നടക്കണില്ല. എല്ലാം എന്താ അറിയില്ല, ചെയ്ത് പകുതി ആകുമ്പോഴത്തേനും ചെയ്യുന്നു വിചാരിച്ച് പകുതി ആകുമ്പോഴത്തേക്കും എന്താ ഇപ്പോൾ പറയുക, ആകെ എന്തോ ചടപ്പ് പോലെയോ, എന്തോ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത പോലെയൊക്കെ ഞാൻ എന്തൊക്കെയോ കാട്ടുന്നത്. തോന്നുമ്പോൾ എണീക്കുക, പിന്നെ തോന്നുമ്പോൾ ചോറ് കഴിക്കുക, തോന്നുമ്പോൾ വ്ളോഗ് എടുക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക, തോന്നുമ്പോൾ എണീക്കുക, അങ്ങനെ തന്നെ ഡെയിലി അതന്നെ പരിപാടി കേട്ടോ. ഞാൻ ഇന്ന് ഞാനൊരു ടൈം ടേബിൾ ചെയ്താൻ പോവുക. എൻ്റെ ബ്രെയിന് ഞാൻ ട്രിക്ക് ചെയ്യാൻ പോവുക. തലച്ചോറ് വഴിയാണ് എല്ലാം നമ്മൾ ചെയ്യണത്. നമ്മൾ ബോറടിക്കുന്നത് തലച്ചോറ് വഴിയാണ്. പിന്നെ എണീക്കണതോ എല്ലാം നമ്മൾ ചെയ്യണത് പറയുന്നത് വരെ നമ്മൾ കൺട്രോൾ ചെയ്യുക. എന്ത് ചെയ്യരുത്, നമ്മളത് തലച്ചോറാണ് എന്തൊക്കെയോ എല്ലാം ഇങ്ങനെ ചടപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്, എൻ്റെ ബ്രെയിനെ ട്രിക്ക് ചെയ്യാൻ പോവാ കേട്ടോ. കാരണം എനിക്ക് എങ്ങനെ പോയാൽ എനിക്ക് സക്സസ് ആവുമെന്ന് തോന്നുന്നില്ല. ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സക്സസ് ആവുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു ടൈം ടേബിൾ എഴുതാൻ പോവാണ്. പിന്നെ ഡെയിലി റൂട്ടീന് ഞാൻ ടൈം ടേബിൾ നോക്കി തന്നെ ചെയ്യുള്ളൂ കേട്ടോ. എപ്പോഴും എനിക്ക് ചടപ്പ് തോന്നിയാലും, പിന്നെ ഉറങ്ങുന്ന ടൈമായാലും, ചോറ് കഴിക്കേണ്ട ടൈമായാലും, ഏതായാലും ഞാൻ ടൈം ടേബിൾ നോക്കിയിട്ട് ക്ലിയർ ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് തന്നെ ഞാൻ ചെയ്യും. ബ്രെയിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ വഴി പോകും. പിന്നെ വ്ളോഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവും തോന്നുന്നില്ല, സക്സസ് ആവും തോന്നുന്നില്ല. ഞാൻ തോന്നും പോലെ എല്ലാം മാറ്റണം. പിന്നെ റീൽസ് ആണെങ്കിലും ഗെയിം കളിക്കാനും കുറേ കുറയ്ക്കണം. ഞാൻ ടൈം ടേബിൾ എഴുതാൻ പോവാണ്. പിന്നെ അത് മാത്രമല്ല, ഇംഗ്ലീഷിൻ്റെ കുറേ സാധനങ്ങൾ എനിക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ പൊതുവെ മലയാളം പറയില്ല, അതേപോലെ എനിക്ക് ഇംഗ്ലീഷിൽ വേറെ ചാനൽ തുടങ്ങിയിട്ട് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അങ്ങനെ വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ചെയ്യും പറഞ്ഞിട്ട് പിറ്റേ ദിവസം ചെയ്യും, കുറച്ച് കഴിഞ്ഞ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കുറേ സമയം കഴിഞ്ഞ്, കുറേ സമയമല്ല, കുറേ ആഴ്ച കഴിഞ്ഞ്, കുറേ മാസം കഴിഞ്ഞ്, പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞ് ചെയ്യും പറഞ്ഞ് ഇങ്ങനെ സമയം പോവുക. ഭൂമി സ്ഥലത്ത് നിൽക്കണില്ല, ഭൂമി റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സ് മാത്രം മാറാത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം മുതൽ ഞാൻ ഡിസിപ്ലിനായിട്ട് എൻ്റെ ടൈം ടേബിൾ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും മറ്റേ വ്ളോഗ് എനിക്ക് ഫിനിഷ് ആക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമല്ല, സങ്കടം, ഭയങ്കര സന്തോഷം മാത്രമേ എൻ്റെ വായിൽ വരുന്നുള്ളൂ. ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ അങ്ങനെ എൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യണം. അല്ലേ
അല്ലാതെ ഒന്നും നടക്കൂല. അപ്പോൾ നമുക്ക് എന്തായാലും ടൈം ടേബിൾ എഴുതാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ടൈം ടേബിൾ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏട്ടൻ്റെ അനിയത്തീൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയോ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏട്ടൻ വരച്ചാൽ പോകുന്നത് നോക്ക്. എന്ത് ഒറ്റക്കണ്ണുള്ള എന്ത് സാധനം. പിന്നെ ഇതാരാ? എനിക്ക് ഈ അനിമീനെ പറ്റിയൊന്നും അധികം അറിയില്ല. നമുക്ക് എന്തായാലും സമയം കളയാനില്ല. ടൈം ടേബിൾ എഴുതാം. സെൻറ്റർ പേജ് പറിക്കുകയാണെങ്കിൽ അപ്പുറത്തെ പേജൊന്നും നാശമാവില്ല. സെൻറ്റർ പേജ് പറിച്ചിട്ട് നമുക്ക് സീനില്ല. എനിക്ക് ഈ ഭാഗം കിട്ടിയാൽ ചുമയിൽ ഒട്ടിക്കാനുള്ള ഈ ഭാഗം കിട്ടിയാൽ ഡിസിപ്ലിൻ ഇല്ലാതെ ഓരോ കാര്യങ്ങൾ. ലൈറ്റിങ് കുറച്ച് ഡള്ളായിരിക്കും കേട്ടോ, അപ്പോൾ അത് ഇഗ്നോർ ചെയ്യുക. കാരണം ഇവിടെ ബൾബിലെ ലൈറ്റ് ഇട്ടാലും പിന്നെ ഒരുമാതിരി കുത്തലായിരിക്കും. ഒരാഴ്ചത്തല്ല, ഒരു ദിവസത്തെ ടൈം ടേബിൾ നോക്കാം. പിന്നെ ഞായറാഴ്ച ഒരു ഡിഫറൻറ്റ് വരുത്തണം. ഞായറാഴ്ച അപ്പോൾ എല്ലാവരും ലീവായിരിക്കും, അപ്പോൾ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞായറാഴ്ച ഒരു ഡിഫറൻറ്റ് വരുത്തണം എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 2-3 ഇത് എഴുതാം. ഓക്കെ അപ്പോൾ ചെറുതായിട്ട് രാവിലത്തെ പരിപാടിയൊക്കെ അവിടെ, പിന്നെ ഉച്ച, വൈകിട്ട്, രാത്രി ഇതാക്കാം. ഓക്കെ. BBC ലേണിങ് പോയിട്ട് പോഡ്കാസ്റ്റ്, ഇംഗ്ലീഷിലെ പോഡ്കാസ്റ്റ് അതൊരു ഗോൾ വെക്കാം. അതൊരു ഇപ്പോൾ സമയത്ത് അതൊരു 1 മണിക്കൂർ നല്ല ട്രിക്ക് ചെയ്യണമല്ലോ. ഞാൻ എൻ്റെ ടൈം ടേബിൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ റൂട്ടീൻ എന്താ വെച്ചാൽ രാവിലെ 7 മണിക്ക് എണീക്കുക, പിന്നെ മൊബൈൽ തൊടാതെ ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ BBC ലേണിങ്ങിൽ ഇംഗ്ലീഷിന് പോഡ്കാസ്റ്റ് കേൾക്കൂലേ, അത് 1 മണിക്കൂർ അത് കാണുക. അല്ല അത് കേൾക്കുക. എന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫുഡ് കഴിക്കുക. 1 മണിക്ക് ഫുഡ്. അപ്പോൾ 1 മണിക്ക് ഫുഡ് കഴിക്കുക. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ എനിത്തിങ് ഡോൺ വ്യൂ റൂൾസ് അല്ല, റീൽസ് കേട്ടോ. റീൽസ് മാത്രം കാണരുത്. നിങ്ങളോട് ഞാൻ പറയാം, റീൽസ് മാത്രം കാണരുത്. അത് ആവശ്യമില്ലാത്ത സാധനമാണ്. റീൽസ് മാത്രം കാണൽ ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ റീൽസ് മാത്രം കാണലില്ല. പിന്നെ എനിത്തിങ് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുള്ളത് മുന്നോട്ടേ ആവശ്യമുള്ളതോ, പിന്നെ ഈ പ്രസന്റ് മൂമെന്റിൽ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ പഠിക്കുക. യൂട്യൂബ് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പഠിക്കുക വെച്ചാൽ മറ്റേ ബുക്കിൽ അങ്ങനത്തെ പഠിത്തമല്ല. പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലോ അല്ലാതെ ഇപ്പോഴോ പ്രസന്റിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊതുവിനെ പഠിക്കുക. അപ്പോൾ ഞാൻ വ്ളോഗിനെ പറ്റി എന്തെങ്കിലും അറിയാത്ത മറ്റേ ലൈറ്റിങ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ അങ്ങനെ പഠിക്കാനുള്ള അങ്ങനത്തെ ഓരോരോ ഇംഗ്ലീഷ് പഠിക്കാൻ, പിന്നെ ഹിന്ദി ഇങ്ങനെ പഠിക്കാം, അങ്ങനെ ഓരോന്നും ഇങ്ങനെ പഠിക്കാനുള്ള ടൈമാണ്. ഉച്ചയ്ക്ക് വ്ളോഗ് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ, പിന്നെ വൈകിട്ട് 4 മണി സ്റ്റാർട്ട് വ്ളോഗ്. 4 മണിക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഫ്രീ ടൈം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വരുമല്ലോ. വൈകുന്നേരം ആയാലും സ്കൂൾ കഴിഞ്ഞ് പിന്നെ അമ്മ പണി കഴിഞ്ഞ് അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ. ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ക്രേസി മൂമെൻറ്റ്സ് ഉണ്ടായാലും അത് ക്യാപ്ചർ ചെയ്യാനുള്ള ടൈമാണ് വൈകുന്നേരം. പിന്നെ ചായ കുടിക്കുന്ന ടൈമില്ല വൈകുന്നേരം, ആ ടൈമിൽ വ്ളോഗ് എടുക്കുക. ഫണ്ണി ക്ലിപ്സ്, ഫ്രീ ടൈം, പ്ലേ ഗെയിംസ്. പിന്നെ പ്ലേ ഗെയിംസ് പറഞ്ഞാൽ വൈകുന്നേരം ആയാലും ഒരു 6 വൈകുന്നേരം ഒരു ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഫ്രീ ടൈം ഉണ്ടാവും. ഒരു 6-7 മണിയാണ്. ഒരു മണിക്കൂർ 2 മണിക്കൂറായിട്ട് ഫ്രീ ടൈം ഉണ്ടാവും എന്തായാലും. ഈ എല്ലാ ദിവസവും ഫ്രീ ടൈം ആ ടൈമിൽ കിട്ടാറില്ല. അപ്പോൾ ആ ടൈമിൽ സ്പോർട്സ് എനിക്ക് ഗെയിം കുറച്ച് ഉഷാറാക്കണ്ട. അപ്പോൾ ഫ്രീ ടൈമിൽ സ്പോർട്സിനെ പറ്റി ഇതാക്കാം. ഇത് എല്ലാ ദിവസവും ചെയ്യണം. ഞായറാഴ്ചക്ക് ചെറിയൊരു ഡിഫറൻസ് ഞായറാഴ്ചത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ ദിവസം ഡെയിലി റൂട്ടീനാണ്. അപ്പോൾ വൈകുന്നേരം ആയാലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഗെയിം കളിക്കുക. പിന്നെ 9 മണിക്ക് ഫുഡ് കഴിക്കുക. സാധാരണ 9 മണിക്ക് ഫുഡ് കഴിക്കാറ് എനിക്ക് അങ്ങനെ വിശന്നാലും തോന്നിയ പോലെ. അപ്പോൾ 9 മണിക്ക് ക്ലിയർ ഡെയിലി റൂട്ടീനൊക്കെ 9 മണിക്ക് ഫുഡ് കഴിക്കുക. പിന്നെ
വ്ളോഗ് എടുത്ത വ്ളോഗ് എല്ലാം എടുത്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാം. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫാമിലീനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഫാമിലീൻ്റെ ഒപ്പം എന്താ വീട്ടുകാരപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ മൊബൈൽ തന്നെ കളിച്ചിരിക്കാൻ വൈഫൈയും വന്നല്ലോ. അപ്പോൾ മൊബൈലിൽ നെറ്റ് ഇഷ്ടംപോലെ ഉണ്ടാവും. മൊബൈൽ തന്നെ കളിച്ചിരിക്കാതെ വീട്ടുകാരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വർത്തനം പറഞ്ഞിങ്ങനെ കേൾക്കാം. പിന്നെ എഡിറ്റ് ചെയ്യണം. പിന്നെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11:30 കടന്നുറങ്ങതാ. 11:30 കടന്നുറങ്ങിയ 12 മണിയാകുമ്പോഴത്തേക്ക് ഫുള്ള് ഉറക്കം ഫുള്ള് ഉറക്കം എന്ന് വെച്ചാൽ ആകെ മഴങ്ങിപ്പോവും. ഇനി സൺഡേ ഞാൻ പറഞ്ഞില്ല, ഞായറാഴ്ച കുറച്ച് ഡിഫറെൻ്റ് ഉണ്ടാവുന്നത്. നമ്മൾ സാധാരണ ദിവസമൊക്കെ 7:30 രാവിലെ എണീറ്റ്. ഇപ്പോൾ സൺഡേക്ക് വേക്കപ്പ് 9:30 എണീക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുക. ഈറ്റ് ഫുഡ് ആൻഡ് സ്റ്റാർട്ട് വ്ളോഗിങ്. എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു 30 മിനിറ്റ് ഷാഡോയിങ്, ഇംഗ്ലീഷ് ഷാഡോയിങ്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് 6 എന്ന് ഞാൻ പറയണത് ആ പോലെ ഇങ്ങനെ പറയണതെന്നല്ലേ. ആ ഷാഡോയിങ് ആണ്. ഇംഗ്ലീഷ് മറ്റേ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങനെ പറയില്ല, എന്നൊക്കെ ആയി പറയില്ല. അതേപോലെ പറയാൻ പഠിക്കണ ഷാഡോയിങ് കേട്ടോ അതിനെ പറയാം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. പിന്നെ പഠിക്കാൻ താല്പര്യമില്ല അതേപോലെ പഠിച്ചു. പിന്നെ നമ്മൾ പൊതുവെ ഇംഗ്ലീഷൊക്കെ എല്ലായിടത്തും പറയില്ല, അല്ലെങ്കിൽ ബുക്ക് വായിക്കൂലേ. അപ്പോൾ ഒരു സ്റ്റൈൽ ഉണ്ടാവും. ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഈ ഷാഡോയിങ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് 1:30 ഫുഡ് കഴിക്കില്ല. നേരത്തെ സാധാരണ ദിവസമൊക്കെ 1 മണിക്ക് ഫുഡ് കഴിക്കും. ഒരു 30 മിനിറ്റ് കൂട്ടിയിട്ടേക്കണം. അപ്പോൾ 1:30 ഞായറാഴ്ച ഫുഡ് കഴിക്കേണ്ട ടൈം കിട്ടും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഇതാണ് ഫുഡ് അങ്ങനെ പറഞ്ഞിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് വ്ളോഗ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണമെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്താണ് റീൽസ്. ഞായറാഴ്ച അല്ലേ, അപ്പോൾ ആരെങ്കിലൊക്കെ എനിക്ക് റീൽസ് എടുക്കാൻ വേണ്ടി പിടിച്ചിടാൻ ആരെങ്കിലൊക്കെ ക്യാമറ പിടിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞായറാഴ്ച നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാം, അല്ലെങ്കിൽ ഷോർട്സ് എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ആക്കാനുള്ള എന്തെങ്കിലും കുറേ സാധനങ്ങൾ അപ്ലോഡ് ആക്കാം. ക്വാളിറ്റി അങ്ങനെ പറഞ്ഞില്ലേ, ക്വാളിറ്റി മുഖ്യമാണ് ക്വാണ്ടിറ്റി അല്ല പ്രധാനം, ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നില്ലേ. അതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ. അപ്പോൾ കുറേ ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് ഇങ്ങനെ അപ്ലോഡ് ആക്കി കൊണ്ടിരിക്കുക. ഞായറാഴ്ച കേട്ടോ അതിനുള്ള ടൈം ഉണ്ടാവുള്ളൂ. അതിനുള്ള ടൈം ഉണ്ടാവുള്ളൂ. പിന്നെ സൺഡേ ഈവനിങ് ക്യാപ്ചർ ക്രേസി മൂമെൻറ്റ്സ്. അപ്പോൾ എന്തെങ്കിലും തമാശ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഓരോ തമാശയും തമാശ എല്ലാം മാക്സിമം അത് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ കേട്ടോ വ്ളോഗിൻ്റെ കാര്യത്തിൽ പിന്നെ ഇവിടുന്ന് പ്രത്യേകിച്ച് 2 എഴുതിയില്ല. അതാണ് ഞാൻ പറഞ്ഞ ഈവനിങ് ഓരോ ക്രേസി മൂമെൻറ്റ്സ് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതി വെച്ചില്ല, എനിക്കറിയാമല്ലോ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവിടെ നമ്മൾ ക്യാപ്ചർ ചെയ്യുക, നല്ല ഫണ്ണി ആയിട്ടുള്ള മൂമെൻറ്റ്, പിന്നെ വീട്ടുകാരായിട്ടുള്ള സംസാരം, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാറ്. പിന്നെ നൈറ്റ് സെയിം തന്നെ. നൈറ്റ് 9 മണിക്ക് ഫുഡ് കഴിക്കുക. അത് ഒരു ഡിഫറെൻ്റ് സംഭവിക്കില്ല അവിടെ. സംഭവിക്കണമെന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് സംഭവിക്കണുള്ളൂ കാര്യങ്ങൾ. പിന്നെ 9 മണി ഫുഡ് കഴിക്കണ ടൈം. പിന്നെ ക്ലോസ് വ്ളോഗിങ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് എന്തെങ്കിലും മൂവ്മെൻറ്റ് സംഭവിച്ചാൽ അത് എടുക്കുക, അല്ലെങ്കിൽ വ്ളോഗ് അവിടുന്ന് ക്ലോസ് ആക്കുക. ഒരു കാര്യം നടന്നില്ലെങ്കിൽ അവിടുന്ന് വ്ളോഗ് ക്ലോസ് ആക്കുക. ഞാൻ അവിടുന്ന് വേറെ കണ്ടന്റ് പിടിക്കാനില്ലല്ലോ, അപ്പോൾ വ്ളോഗ് അവിടെ ക്ലോസ് ആക്കുക. ഫ്രീ ടൈം കിട്ടുമ്പോൾ വിത്ത് ഫാമിലി വീട്ടുകാരപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുക. അല്ല ഫുൾ ടൈം മൊബൈലും, പിന്നെ ഫുൾ ടൈം ക്യാമറയും മൊബൈൽ എഡിറ്റിങ് അതൊക്കെ അയക്കാം. പിന്നെ ഓരോ ഇങ്ങനെ വർത്തമാനം പറയണ എന്താ പറയുക, വീട്ടുകാരപ്പോൾ ഒരു ഇടപെടാനുള്ള ടൈം കിട്ടൂല. അപ്പോൾ അതിനുള്ള ടൈം രാത്രി 9 മണി വ്ളോഗ് ക്ലോസ് ചെയ്യേണ്ട. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ബാക്കി വല്ല പീരീഡും നമുക്ക് പീരീഡ് എന്ന് പറയാം കേട്ടോ. ബാക്കി വല്ല പീരീഡ് നമുക്ക് പീരീഡ് കിട്ടേണ്ട. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫ്രീ പീരീഡ് എന്ന് പറയാം. ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ നമുക്ക് ഫാമിലീൻ്റെ ഒപ്പം ഇതാക്കാം. ഗെയിം കളിക്കലില്ല, പിന്നെ എഡിറ്റിംഗ് ഇല്ല കുറച്ച് നേരത്തേക്ക് കേട്ടോ. കുറച്ച് നേരത്തേക്ക് എഡിറ്റിംഗ് ഇല്ല, കുറച്ച് നേരത്തേക്ക് വ്ളോഗ് ക്ലോസ് ചെയ്യണ്ടല്ലേ. കുറച്ച് ഗെയിമിംഗ് ഇല്ല. BBC ലേണിംഗ് അതിൻ്റെ ആപ്പ് വരെ ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ചിരിക്കണം, BBCൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടൈം ടേബിൾ. ഇതാ റൂമിൽ കൊണ്ടുപോയി ഒട്ടിച്ചിട്ട് വ്ളോഗ് ഇവിടുന്ന് ക്ലോസ് ആക്കുക. കുറച്ചും കൂടി അധികം ലെങ്ത് ആവുന്നുണ്ട് വ്ളോഗ്.
അപ്പോൾ വ്ളോഗ് ഇവിടുന്ന് ക്ലോസ് ആക്കിയത് ഞാൻ എൻ്റെ റൂമിൽ ഞാൻ കിടക്കണ റൂമിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട് പോയിട്ട് ഒട്ടിച്ചാൽ കേട്ടോ. എനിക്ക് ഡെയിലി എണീക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാട്ടണമെന്ന് എനിക്ക് നോക്കാനുള്ളതാണ്. ഈ റൂമിലാണ് ഞാൻ കിടക്കണം. അപ്പോൾ ഈ റൂമിൽ നിന്ന് ഇവിടുന്ന് എണീറ്റ് നേരെ കാണുന്ന ഈ ചുമര്. അപ്പോൾ ഈ ചുമരിൽ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നല്ല അവിടെ ഇത് ഒട്ടിക്കാം. പശയെല്ലാം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്ന കിങ്ങിണി വരച്ചത് എന്തൊക്കെയോ ഒരുമാതിരി ഫോട്ടോ ഉണ്ട്. ഫോട്ടോ അല്ല, എന്തൊക്കെയോ ചുമരിൽ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേലെ ഡയറക്റ്റ് അങ്ങോട്ടും അമ്പലത്തേക്ക് കൊടുക്കാം. ഇന്നത്തോടെ എൻ്റെ കളിയെല്ലാം മാറാൻ പോകട്ടോ. കളിയല്ല, വ്ളോഗല്ല, എൻ്റെ ഡെയിലി റൂട്ടീനും എല്ലാം അങ്ങോട്ട് മാറാൻ പോവാം. ഒട്ടിക്കാൻ പോവാണേ. ക്ലിയർ. അമ്മ വന്നിട്ട് ചീത്തയൊക്കെ മതിയായിരുന്നു. അതവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടുന്ന് എൻ്റെ ആക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് അധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണ ഞാൻ പറയണില്ല. വ്ളോഗ് ആകെ അങ്ങോട്ട് ഫുള്ള് ട്വിസ്റ്റായി പോയി. അതൊക്കെ കൊല്ലത്തിൻ്റെ കാരണം എൻ്റെ കാരണം അത്, എൻ്റെ തലേൻ്റെ കാരണം അത്. എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഞാൻ ഇവിടെ വ്ളോഗ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഡെയിലി റൂട്ടീൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നാളെ മുതൽ ഞാൻ എന്തായാലും എൻ്റെ ബ്രെയിൻ ഞാൻ ട്രിക്ക് ചെയ്യും ഉറപ്പാണ്. ഞാൻ നാളെ എനിക്ക് തീരെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയും അധികം പറഞ്ഞ് ബോറടിപ്പിക്കില്ല. എന്തായാലും നമ്മളെ വ്ളോഗ് ഇവിടുന്ന് എൻ്റെ ആക്കാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പോസിറ്റീവ് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം നിങ്ങളെ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ നാളെ നമ്മളെ റൂട്ടീനായിട്ട് നാളെ കാണാം. ടാറ്റാ.